സ്കൂളിൽ പഠിച്ച പോലെ അല്ല നമ്മൾ UPSCക്ക് ഹിസ്റ്ററി പഠിച്ചത് അല്ലേ? ഇത്രയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, റിവീലിംഗ് ആയിട്ടുള്ള, നമ്മുടെ തോട്ട് പ്രോസസ്സിനെ കംപ്ലീറ്റ്ലി റീഓറിയന്റ് ചെയ്ത ഹിസ്റ്ററി പോലെ മറ്റൊരു സബ്ജക്ട് നിങ്ങൾക്ക് ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ട്. എന്നെ പോലെ നിങ്ങൾക്കും ഇങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ you should definitely choose history as your optional paper. കാരണം history comes with a lot of advantages. On an average എല്ലാ വർഷവും ടോപ്പ് 100ൽ വരുന്ന 5 പേരെങ്കിലും ഹിസ്റ്ററി ഓപ്ഷണലായി ചൂസ് ചെയ്തവരായിരിക്കും. നിങ്ങൾ യൂട്യൂബിൽ ഹിസ്റ്ററി ടോപ്പേഴ്സിന്റെ സ്ട്രാറ്റജി എന്ന് ചുമ്മാ ഒന്ന് സെർച്ച് ചെയ്താൽ ഞാൻ ഈ പറയുന്ന എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. GS പേപ്പേഴ്സുമായിട്ട് ഇത്രയധികം ഓവർലാപ്പിംഗ് ഉള്ള സിലബസ് വേറെ ഏതെങ്കിലും സബ്ജക്റ്റിന് ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾ പ്രിലിംസ് എടുത്തോ, ഇയർ ബൈ ഇയർ ഹിസ്റ്ററി ആൻഡ് ആർട്ട് ആൻഡ് കൾച്ചറിന്റെ ഡിഫിക്കൽട്ടി ഇൻക്രീസ് ചെയ്യുകയാണ്. ഹിസ്റ്ററി ഓപ്ഷണൽ പേപ്പർ എടുക്കുന്ന ഒരാൾക്ക് ഡെഫിനറ്റ്ലി അവിടെ ഒരു കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് ഉണ്ടാവും. ഇനി നമ്മൾ മെയിൻസ് പേപ്പർ എടുക്കുകയാണെങ്കിൽ GS പേപ്പർ 1 50% കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഹിസ്റ്ററിയാണ്. GS പേപ്പർ 2ലെ പൊളിറ്റിയിൽ എവല്യൂഷൻ ഓഫ് ഇന്ത്യൻ ഹിസ്റ്ററി ഓപ്ഷണൽ പഠിച്ചിരിക്കുന്ന ഒരാൾക്ക് നന്നായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഇന്റർനാഷണൽ റിലേഷൻസിൽ കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ഒരു അനാലിസിസിന് വേൾഡ് ഹിസ്റ്ററിയിലെ നല്ലൊരു അണ്ടർസ്റ്റാൻഡിങ് ഒബ്വിയസ്ലി നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. GS 3ലെ ലാൻഡ് റിഫോംസ്, ഇന്റേണൽ സെക്യൂരിറ്റി എന്നീ മേഖലകളിലും ഹിസ്റ്ററി നിങ്ങളെ സഹായിക്കും. ഇനി GS പേപ്പർ 4ഉം എസ്സേയും ഒക്കെ എടുക്കുകയാണെങ്കിൽ നമ്മൾ ഹിസ്റ്ററിക്കകത്ത് പഠിക്കുന്ന തിങ്കേഴ്സ് ആൻഡ് ദെയർ ഫിലോസഫീസ് ഒത്തിരി നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. സ്റ്റാറ്റിക് ആയിട്ടുള്ള ഏക ഓപ്ഷൻ പേപ്പറും ഹിസ്റ്ററിയാണ്. അതായത് ഒരു വൺ ടൈം ഇൻവെസ്റ്റ്മെന്റ്. കഴിഞ്ഞൊരു 35 വർഷത്തെ PYQs ChatGPTന്റെ ഹെൽപ്പോട് കൂടി നിങ്ങളൊന്ന് റിസർച്ച് ചെയ്താൽ തന്നെ സിലബസിന്റെ വലിയൊരു ഭാഗം നിങ്ങൾക്ക് കവർ ചെയ്യാൻ സാധിക്കും. ഒരു ആവറേജ് സ്കോറിൽ നിന്ന് ഒരു ഹൈ സ്കോറർ ആകാൻ വേണ്ടി മാത്രം മതി ശരിക്കും പറഞ്ഞാൽ ദി സോ കോൾഡ് പ്രൊഫഷണൽ ഹെൽപ്പ്. ഹിസ്റ്ററി ഓപ്ഷണൽ പേപ്പർ ഇവാലുവേറ്റ് ചെയ്യുന്നത് ഒബ്വിയസ്ലി അക്കാഡമീഷ്യൻസ് ആണ്. സോ GS പേപ്പറിന്റെ ഒരു ആൻസർ റൈറ്റിംഗ് രീതിയല്ല നമുക്ക് ഓപ്ഷണൽ പേപ്പറിന് അഡോപ്റ്റ് ചെയ്യണം. അക്കാഡമീഷ്യൻസ് ആഗ്രഹിക്കുന്ന പോലത്തെ ഒരു ആൻസറിന്റെ ഫ്രെയിംവർക്ക്, അവർ എക്സ്പെക്ട് ചെയ്യുന്ന കീ പോയിന്റ്സ് നിങ്ങളുടെ ആൻസറിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് ദി ഗെയിം ചേഞ്ചർ. ഇതിനാണ് ശരിക്കും നിങ്ങൾക്കൊരു പ്രൊഫഷണൽ ഹെൽപ്പ് ആവശ്യമായിട്ട് വരുന്നത്. പിന്നെ ക്ലാസ്സുകളിൽ കൂടി കിട്ടുന്ന ആ പെർസെപ്ഷൻസ്, ഡൗട്ട് ക്ലിയറൻസിനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഇതെല്ലാം വെറും ബോണസ് മാത്രമാണ്. So if you're planning to take history as your optional paper, please feel free to contact us. ഈ വീഡിയോന്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോം ഫിൽ ചെയ്ത് പുതിയ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ നിങ്ങൾക്ക് ഉറപ്പാക്കാം.